അപ്പൊ ഫ്രണ്ട്സ്, ഈ നമ്മുടെ ഇപ്പൊ ഞാൻ സീഡ് ഫണ്ടിങ് കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഈ സീഡ് ഫണ്ടിങ്, ടോക്കൺ ഫാമിങ്, ഈ ഇങ്ങനെയുള്ള രണ്ട് കാര്യങ്ങൾ കൃത്യമായി നടക്കുന്നത് ട്രസ്റ്റ് വാലറ്റ് വഴി. ട്രസ്റ്റ് വാലറ്റ് വഴിയാണ് നമുക്ക് പ്രോഫിറ്റും കാര്യങ്ങളും ഒക്കെ ലഭിക്കുന്നത്. അപ്പോൾ എന്താണ് ട്രസ്റ്റ് വാലറ്റ്? ട്രസ്റ്റ് വാലറ്റ് എന്ന് പറയുന്നത് ഒരു ഡിജിറ്റൽ വാലറ്റ് ആണ്. അതായത് ഡിജിറ്റൽ അസറ്റ് സൂക്ഷിക്കുന്ന ഡിജിറ്റൽ വാലറ്റ്. അതായത് ക്രിപ്റ്റോ കറൻസികൾ, NFT-കൾ, അങ്ങനെയുള്ള ഡിജിറ്റൽ കറൻസികൾ ഈ ട്രസ്റ്റ് വാലറ്റിൽ സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ ട്രസ്റ്റ് വാലറ്റിലേക്ക് ഞാൻ പ്രവേശിക്കുന്നു. ജസ്റ്റ് ഒന്ന് ട്രസ്റ്റ് വാലറ്റ് ടച്ച് ചെയ്യുന്നു. അപ്പൊ പിന്ന് കൊടുത്തു. അപ്പൊ ഇങ്ങനെ ഈ ഒരു പേജ് വരും. ഈ ഒരു പേജിൽ ഇങ്ങനെ കാണാൻ പറ്റും. ഇവിടെ PVC മെറ്റ റൈറ്റ് സൈഡിൽ കണക്ട് വാലറ്റിൽ 100 PVC മെറ്റ കണക്ട് വാലറ്റിൽ ടോക്കൺ ഫാമിന്റെ പേജും കാര്യങ്ങളൊക്കെ വാച്ച് ചെയ്യാൻ 100 PVC മെറ്റ ആവശ്യമാണ്. ഇപ്പൊ ഇവിടെ റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും 106 PVC മെറ്റ. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഏറ്റവും താഴെയുള്ള ഡിസ്കവർ ആണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. ആ ഡിസ്കവർ ടച്ച് ചെയ്തു. ഡിസ്കവർ ടച്ച് ചെയ്തതിനു ശേഷം ഇങ്ങനെ ഒരു പേജ് വരും. ഇങ്ങനെ ഒരു പേജ് വന്നു കഴിഞ്ഞാൽ ഇവിടെ കാണാൻ പറ്റും സെർച്ച് ഓർ എൻ്റർ DApp URL. അപ്പൊ ഈ സെർച്ചിൽ ടോക്കൺ ഫാമിങ്ങിന്റെ ഡൊമൈൻ നെയിമായ www.tokenfarming ടോക്കൺ ഫാമിംഗ് .io എന്നുള്ള ഈ ഡൊമൈൻ നെയിം സെർച്ചിൽ കൊടുക്കുക. അപ്പൊ ഇങ്ങനെ കൊടുത്തതിന് ശേഷം ഏറ്റവും താഴെ പച്ചയിൽ ഇങ്ങനെ സെർച്ചിന്റെ ബട്ടൺ കാണാൻ പറ്റും. ഈ ഒരു ബട്ടണിൽ ടച്ച് ചെയ്യുക. ഈ ഒരു ബട്ടണിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പേജ് കാണാൻ പറ്റും. പ്രൊസീഡ് എനിവേ. ഈ ഒരു പ്രൊസീഡ് എനിവേ ടച്ച് ചെയ്യുക. അപ്പൊ ഇങ്ങനെ ഒരു പേജ് കാണാൻ പറ്റും. എല്ലാ സമയം ഇങ്ങനെ ഒരു പേജ് കാണില്ല. ഇങ്ങനെ ഒരു പേജ് കാണുമ്പോൾ ഫ്രണ്ട്സ് എന്ത് ചെയ്യണം? ഇപ്പോൾ ഇതിന്റെ ബ്ലോക്ക് ചെയിൻ മാറ്റാനുള്ള ഒരു ഓപ്ഷനാണ് ഇവിടെ വന്നിരിക്കുന്നത്. കണക്ട് ടു BNB മെയിൻ നെറ്റ്വർക്ക്. അതായത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു, നമ്മളുടെ ഈ ഒരു സിസ്റ്റം പ്രവർത്തിക്കുന്നത് ബൈനാൻസിന്റെ ബ്ലോക്ക് ചെയിനിലാണ്. അപ്പോൾ ആ ഒരു ചെയിൻ ടച്ച് ചെയ്യണം. ഇങ്ങനെ ഇവിടെയുള്ള ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തുകൊണ്ട് ഏറ്റവും ടോപ്പിലെ 3 ഡോട്ട് ടച്ച് ചെയ്യുക. ഡോട്ട് ടച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ ഈ നെറ്റ്വർക്ക് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അവിടെ ടച്ച് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഈ ഒരു പേജ് കാണാൻ പറ്റും. ഇവിടെ ഏറ്റവും ടോപ്പിലെ എംബ്ലം BNB സ്മാർട്ട് ചെയിൻ. ഈ ഒരു ബ്ലോക്ക് ചെയിൻ ആണ് ടച്ച് ചെയ്യേണ്ടത്. ഇവിടെ ടച്ച് ചെയ്യുക. അപ്പൊ ടച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു പേജ് കാണാൻ പറ്റും. ഇത് സിസ്റ്റത്തിന്റെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളും അപ്ഡേറ്റും കാര്യങ്ങളും വരുന്ന സ്ഥലമാണ്, നോട്ടീസ് ബോർഡാണ്. അപ്പൊ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇൻഡു അടിച്ചുകൊണ്ട് ക്ലോസ് ചെയ്യുക. ഏറ്റവും ടോപ്പിൽ ഇൻഡു അടിച്ച് ക്ലോസ് ചെയ്യുക. ഇൻഡു അടിച്ച് ക്ലോസ് ചെയ്താൽ ഇങ്ങനെ ഒരു പേജ് കാണാൻ പറ്റും. അതായത് ഡിജിറ്റൽ പിന്ന് കൊടുക്കേണ്ട സ്ഥലമാണ്. ഇവിടെ കാണാൻ പറ്റും പ്രൊസീഡ് വിത്ത് 6 ഡിജിറ്റ് പിന്ന്. ഈ ഒരു കോളത്തിൽ നമുക്ക് സീഡ് ഫണ്ടിങ് ചെയ്യുമ്പോൾ എന്താണ് പിന്ന് ലഭിച്ചത്, ആ പിന്ന് ഇവിടെ കൊടുക്കുക. ഞാനിപ്പോ കോമൺ ആയിട്ടില്ല 1 2 3 4 5 6 ആണ് കൊടുക്കാൻ പോകുന്നത്. 1 2 3 4 5 6. അതിനുശേഷം സബ്മിറ്റ് കൊടുക്കുക. അപ്പൊ സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഈ ഒരു രീതിയിൽ ഒരു പേജ് വരും. അപ്പൊ എന്ത് ചെയ്യണം? നമുക്ക് 2 രീതിയിൽ ചെയ്യാം. ഒന്ന് വേണമെങ്കിൽ സ്ക്രോൾ ചെയ്തുകൊണ്ട് പ്രൊസീഡ് ഉണ്ടാവുമെന്ന ഓപ്ഷൻ പ്രകാരം പോവാ. ഞാനിപ്പം ഇതിലേക്ക് കടക്കുന്നില്ല. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? പ്രൊസീഡ് ഒന്നില്ല ആ ഒരു ഓപ്ഷൻ ഇങ്ങനെ ഒന്ന് സ്ക്രോൾ ചെയ്താൽ മാത്രമാണ്, ഞാൻ സ്ക്രോൾ ചെയ്താൽ മാത്രമാണ് കാണാൻ പറ്റുക. നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെ ഒരു പേജ് വന്നു കഴിഞ്ഞാൽ ഏറ്റവും റൈറ്റ് സൈഡിൽ ടോപ്പിലുള്ള 3 വര ടച്ച് ചെയ്യുക. 3 വര ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് കാണാൻ പറ്റും. വാലറ്റ് ബോർഡ്, ഫാമിംഗ് സ്റ്റാറ്റസ്, ഏർലി ബേർഡ് സ്റ്റാറ്റസ്, റഫറൽ സ്റ്റാറ്റസ്, റിവാർഡ് സ്റ്റാറ്റസ്, സീഡ് ഫണ്ടിങ്, ലോഗൌട്ട്. ഞാനിപ്പോ നമുക്ക് അത്യാവശ്യമില്ല റിവാർഡും കാര്യങ്ങളും ഡെയിലി 85% വരുമാനം വരുന്നതും 100% വരുമാനം കാണേണ്ടതുമായ ഓപ്ഷനിലേക്കാണ് ഞാൻ പ്രവേശിക്കാൻ പോകുന്നത്. ആ ഒരു ഓപ്ഷനാണ് ഏറ്റവും ടോപ്പിൽ നിന്നും 1 2 3 4 5ാമത്തെ ഓപ്ഷനാണ് റിവാർഡ് സ്റ്റാറ്റസ്.
അപ്പൊ ഈ പേജ് വന്നു കഴിഞ്ഞാൽ റിവാർഡ് സ്റ്റാറ്റസ് ടച്ച് ചെയ്യുക. അപ്പൊ റിവാർഡ് സ്റ്റാറ്റസ് ടച്ച് ചെയ്താൽ ഇങ്ങനെ ഈ ഒരു പേജ് ഇങ്ങനെ ഉള്ള ഒരു പേജ് വരും. അപ്പോ ഈ ഒരു പേജ് വന്നു കഴിഞ്ഞാൽ ഇവിടെ രണ്ട് ഓപ്ഷൻസ് കാണാൻ പറ്റും. റിവാർഡ് ഡീറ്റെയിൽസ്, ലെഫ്റ്റ് സൈഡിൽ റിവാർഡ് കാണാൻ പറ്റും, റൈറ്റ് സൈഡിൽ റെഡീം റിവാർഡ്. നമുക്കിപ്പം നിലവിൽ വേണ്ട ഓപ്ഷൻ എന്ന് പറയുന്നത് വലതു ഭാഗത്തുള്ള റെഡീം റിവാർഡാണ് വേണ്ടത്. അപ്പൊ എന്ത് ചെയ്യാൻ, ഞാൻ ഈ റെഡീം റിവാർഡ് ടച്ച് ചെയ്യുന്നു. റെഡീം റിവാർഡ്. അപ്പൊ ഇങ്ങനെ സ്ക്രോൾ ആയിക്കൊണ്ട് ഇങ്ങനെയുള്ളൊരു പേജ് വരും. ഇവിടെയാണ് പ്രധാനപ്പെട്ട നമ്മുടെ വരുമാനം കിടക്കുന്നത്. നമ്മളിപ്പോൾ ടോക്കൺ ഫാമിങ് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ INR-ന്റെ കണക്കിന് ഞാൻ പറഞ്ഞു. ഇവിടെ നടക്കുന്നത് ഫ്രണ്ട്സ്, അതായത് ഞാൻ ഒരു INR-നെ പറ്റി പറഞ്ഞത് നമ്മുടെ പ്രിയപ്പെട്ട പാർട്ട്ണർമാർക്ക് മനസ്സിലാകുന്ന രീതിയിലാണ് INR-നെ പറ്റി പറഞ്ഞത്. ഇവിടെ USDT-യുടെ ഫാമിംഗ് ആണ് ഇവിടെ നടക്കുന്നത്. USDT ആണ് ഫാമിങ്ങിലേക്ക് പോകുന്നത്. അപ്പോൾ ഇവിടെ കാണാൻ പറ്റും അവൈലബിൾ റിവാർഡ്സ്. ഈ അവൈലബിൾ റിവാർഡ്സിന്റെ തൊട്ട് താഴെ റിവാർഡ് വാല്യൂ കാണാൻ പറ്റും. അതിന്റെ റൈറ്റ് സൈഡിൽ 249.8 USDT കാണാൻ പറ്റും. അപ്പോൾ ഇവിടെയുള്ള പ്രത്യേകത, ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഒരു പേജിൽ നമുക്ക് ലഭിക്കുന്ന വരുമാനം എന്ന് പറഞ്ഞാൽ, ഇവിടെ കാണുന്ന വരുമാനം എന്ന് പറഞ്ഞാൽ 85%. ഞാൻ 85% വരുമാനത്തിനെ പറ്റി പറഞ്ഞു, 50% മാറ്റി വെക്കുന്നതിനെ പറ്റിയും പറഞ്ഞു. ആ മാറ്റി വെക്കുന്ന 15% വരുമാനം ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ ഈ കാണുന്നത് 85% നമുക്ക് എടുത്ത് ഉപയോഗിക്കുന്നവർക്ക് ഈ ഒരു ഇവിടുന്ന് എടുത്ത് ഉപയോഗിക്കാം. അല്ലാതെ പക്ഷം ഇത് വേണമെങ്കിൽ റീഫാമിങ്ങിനെക്കൊണ്ട് നമ്മുടെ ഫാമിങ്ങിന്റെ മൂല്യം വർദ്ധിപ്പിക്കാം. അതായത് റിവാർഡ് വാല്യൂന്റെ തൊട്ട് റൈറ്റ് സൈഡ് കാണുന്ന എന്ന് പറഞ്ഞാൽ 85% വരുമാനം ഞാൻ സ്ക്രോൾ ചെയ്യുന്നുണ്ട്. അതിന് തത്തുല്യമായിട്ടുള്ള 16,605 PVC മെറ്റ തൊട്ട് താഴെ കാണാൻ പറ്റും. അപ്പൊ ഇങ്ങനെ ഒരു ഓപ്ഷൻ വന്നു കഴിഞ്ഞാൽ നമുക്കിപ്പം കാണേണ്ടത് 85% അല്ല, നമുക്ക് 100% കാണണമല്ലോ. അപ്പൊ എന്ത് ചെയ്യണം, ആ 100% 100% വരുമാനം കാണണമെങ്കിൽ എന്ത് ചെയ്യണം, ഇവിടെ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇങ്ങനെ ഈ ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ഓരോ അറകളാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വരുമാനം സൂക്ഷിച്ചു വെക്കുന്നത് നമ്മുടെ ഗ്രേറ്റ് ലീഡറായ രവികുമാർ സാർ പറഞ്ഞ ഓരോ അറകളിൽ ഓരോ ടച്ചിങ്ങിന് ഓരോ സ്ഥലത്ത് പോവുക. ശരിക്കും ഇങ്ങനെയൊരു പേജിൽ കയറിയാൽ നമ്മുടെ പുതിയ പാർട്ണർമാർക്ക് ചിലപ്പം പെട്ടെന്ന് മനസ്സിലായെന്ന് വരില്ല. സൈറ്റില് പ്രവേശിച്ച് അത് ക്ലാരിറ്റി വരുത്താൻ പറ്റും. അപ്പോൾ ഈ ഒരു പേജിൽ ഞാൻ ടച്ച് ചെയ്യാൻ പോകുന്നത് റെഡീം ഓപ്ഷൻ എന്ന് പറഞ്ഞ ഓപ്ഷനാണ് ടച്ച് ചെയ്യാൻ പോകുന്നത്. റെഡീം ഓപ്ഷൻ ടച്ച് ചെയ്തു. അപ്പോൾ ഫ്രണ്ട്സ് ഇവിടെ കാണാൻ പറ്റും ഒരു 3 ഓപ്ഷൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. റെഡീം ഓപ്ഷൻ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ടു സ്റ്റാർട്ട് ന്യൂ ടോക്കൺ ഫാമിംഗ്. അപ്പൊ എന്താണ് ടു സ്റ്റാർട്ട് ന്യൂ ടോക്കൺ ഫാമിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടു സ്റ്റാർട്ട് ന്യൂ ടോക്കൺ ഫാമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക്, ഞാൻ ഇവിടെ മുകളിൽ കാണിക്കാം, നമുക്ക് വന്നിരിക്കുന്ന ഈ USDT, നമുക്ക് ഈ USDT വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്കിത് ഫാമിങ്ങിലേക്ക് ഈ കിട്ടിയ റിവാർഡ് വീണ്ടും റീ ടോക്കൺ ഫാമിംഗ് ചെയ്തുകൊണ്ട് അതിന്റെ മൂല്യം വർദ്ധിപ്പിച്ച് നല്ലൊരു ഏർണിങ്സ് നമുക്ക് പിന്നെ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കാം. അല്ലാതെ പക്ഷെ നമുക്ക് മറ്റൊരു വ്യക്തിക്ക് ടോക്കൺ ഫാമിംഗ് ചെയ്യാൻ വരുന്ന മറ്റൊരു വ്യക്തിക്ക് നമുക്ക് ഫാമിംഗ് ചെയ്തുകൊണ്ട് നമുക്ക് വരുമാനം ആഗ്രഹിക്കുന്നവർക്ക് കൃത്യമായി ഈ വാലറ്റിൽ നിന്നും മറ്റൊരു വ്യക്തിയുടെ വാലറ്റിലേക്ക് കൊടുത്തുകൊണ്ട് വരുമാനം ഉണ്ടാക്കാൻ പറ്റും. ഞാൻ ജസ്റ്റ് ഒന്ന് അവിടെ സ്റ്റാർട്ട് ടോക്കൺ ഫാമിംഗ് ഒന്ന് ടച്ച് ചെയ്യുന്ന, അതിലേക്ക് കൂടുതൽ അങ്ങോട്ട് കിടക്കൂല. അപ്പോൾ ഇവിടെ ഓപ്ഷൻസ് മാത്രം ആണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ടു സ്റ്റാർട്ട് ന്യൂ ടോക്കൺ ഫാമിംഗ് ഞാൻ ടച്ച് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ മാത്രം പോരാ, ഇങ്ങനെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ ഇങ്ങനെ ടച്ച് ചെയ്തു, അപ്പൊ എന്ത് ചെയ്യണം, അതിന്റെ പൂർണ്ണമായിട്ടുള്ള അതിന്റെ ആ ഒരു ഇതിലേക്ക് കടക്കാൻ, അടുത്ത നെക്സ്റ്റ് ഘട്ടത്തിലേക്ക് കടക്കാൻ എന്ത് വേണം, ഇവിടെ കാണാൻ പറ്റും സബ്മിറ്റ് എന്ന് പറഞ്ഞ ബ്ലൂ കളറിൽ സബ്മിറ്റ് ചെയ്തിട്ടാണ്. ഓരോ ഓപ്ഷനിൽ പ്രവേശിക്കുമ്പോഴും ഈ കോളത്തിൽ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, സബ്മിറ്റ് കൊടുത്താൽ മാത്രമാണ് നമുക്ക് നെക്സ്റ്റ് ഘട്ടത്തിലേക്ക് കടക്കാൻ പറ്റും. അപ്പൊ ഞാൻ ജസ്റ്റ് പിന്നെ സബ്മിറ്റ് കൊടുക്കുന്നുണ്ട്. സബ്മിറ്റ്. അപ്പോൾ സബ്മിറ്റ് കൊടുത്തതിന് ശേഷം ഇവിടെ കാണാൻ പറ്റും പ്രൊസീഡ് ടു ഫാമിംഗ് കാണാൻ പറ്റും. പ്രൊസീഡ് ടു, ഇത് ഫാമിങ്ങിന്റെ ഓപ്ഷൻ, നമുക്ക് പ്രധാനപ്പെട്ട പേജാണ് ഫാമിങ്ങിന്റെ ഓപ്ഷൻ. എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ ഒരു ഓപ്ഷൻ കൊടുക്കാൻ പറ്റും, പ്രൊസീഡ് ടു ഫാമിംഗ്. ഞാൻ ആ പ്രൊസീഡ് ടു ഫാമിംഗ് കൊടുക്കുമ്പോൾ ഇവിടെ 2 ഓപ്ഷൻ കാണാൻ പറ്റും, സെൽഫ് ആൻഡ് അതർ. അതായത് നമുക്ക് ഇവിടെ കിട്ടിയ വരുമാനം വർദ്ധിപ്പിക്കാൻ സെൽഫ് വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. മാക്സിമം ഞാൻ ഇവിടെ മാക്സിമം കൊടുക്കേണ്ടതാ. മാക്സിമം കൊടുത്തു കഴിഞ്ഞപ്പോൾ ആ USDT 249 ഇപ്പോൾ ഈ കോളത്തിൽ വന്നു കഴിഞ്ഞു. വേണമെങ്കിൽ 249 ഇപ്പം ഫാമിംഗ് ചെയ്യാൻ പറ്റില്ല, 100ന്റെ മൾട്ടിപ്ലൈ ചെയ്യാൻ ഇപ്പം
ഫാമിങ്ങിലേക്ക് പോകുന്നു. 100, 200, 300, 400, 500 അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും? 200 USDT ഫാമിങ്ങിലേക്ക് കൊടുത്തുകൊണ്ട് അത് വർദ്ധിപ്പിച്ചുകൊണ്ട് 400 USDT സിസ്റ്റം നൽകും. ആ ഒരു ഓപ്ഷനാണ് ഇവിടെ കാണിക്കുന്നത്. അതിലേക്ക് ഞാൻ അങ്ങോട്ട് കൂടുതൽ കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ പിന്നീട് ഇവിടെ ഫ്രണ്ട്സ് കാണാൻ പറ്റും സെലക്ട് ബെനിഫിഷ്യറി എന്നുള്ളതിന്റെ റൈറ്റ് സൈഡിൽ തന്നെ തൊട്ട് താഴെ കാണാൻ പറ്റും അതർ. ആ അതർ ഓപ്ഷൻ ഞാൻ ടച്ച് ചെയ്യുന്നു. അതർ ഓപ്ഷൻ ടച്ച് ചെയ്യുമ്പോൾ സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ അതർ ടച്ച് ചെയ്തു. അപ്പോൾ ഇവിടെ മാറിയിട്ട് എൻ്റർ യൂസർ ID കാണാൻ പറ്റും. ഈ എൻ്റർ യൂസർ ID കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? അതായത് നമ്മൾ ഇത് വരുമാനം ആഗ്രഹിക്കുന്നതെങ്കിൽ, വരുമാനം ആക്കി മാറ്റാനാണെങ്കിൽ ആഗ്രഹിക്കുന്നതെങ്കിൽ, വേറൊരു വ്യക്തി സീഡ് ഫണ്ടിങ് ചെയ്ത് ഫാമിംഗ് 200 USDT ആ വ്യക്തി ചെയ്യുമ്പോൾ ആ വ്യക്തിക്ക് ആ വ്യക്തിയുടെ വാലറ്റിലേക്ക് 200 USDT ഫാമിംഗ് ചെയ്യാൻ ഇവിടുന്ന് കൊടുക്കാം. ആ വ്യക്തിക്ക് പിറ്റേ ദിവസം 24 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം 0.20 വെച്ച് വരുമാനം ലഭിക്കും. ഈ 200 USDT എന്ത് സമയം 200 USDTക്ക് തത്തുല്യമായിട്ടുള്ള മൂല്യം ഉപയോഗിക്കാൻ പറ്റും. അതാണ് സെൽഫ് ആൻഡ് അതർ ഓപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ ഞാൻ മാറ്റുന്നുണ്ട്. നെക്സ്റ്റ് ആ പേജിലേക്ക് തന്നെ പ്രവേശിക്കുന്നു. അപ്പോൾ ഇതാണ് ഫാമിങ്ങിന്റെ ഡീറ്റെയിൽസ് അതാണ്. അതുപോലെ തന്നെ ഇവിടെ നെക്സ്റ്റ് ഓപ്ഷൻ കാണാൻ പറ്റും ടു ഗെറ്റ് PVC മെറ്റ ടോക്കൺ. ഇവിടെയുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ലഭിക്കുന്ന USDTയെ ട്രസ്റ്റ് വാലറ്റിലേക്ക് വന്നുകൊണ്ട് ആ USDT PVC മെറ്റയാക്കി മാറ്റാൻ പറ്റും. ഇപ്പോൾ രാവിലെ 5-5:30 ആ ടൈമാണ് ഇപ്പോൾ പിന്നെ സമയം കൊടുത്തിരിക്കുന്നത്. അത് ചില സമയങ്ങളിൽ ഡിലേയും കാര്യങ്ങളാകുന്നുണ്ട്. അതിന്റെ സൈറ്റിന്റെ അപ്ഡേഷനും കാര്യങ്ങളും നടക്കുന്നതുകൊണ്ടാണ് അങ്ങനെ ഡിലേയും കാര്യങ്ങളും സംഭവിക്കുന്നത്. അതിന്റെ കൺഫേമും കാര്യങ്ങളായാൽ നമുക്ക് ഡെയിലി PVC ഇവിടെയുള്ള USDTയെ എന്ത് സംഭവിക്കും? എല്ലാത്തിനെയും നമുക്ക് ട്രസ്റ്റ് വാലറ്റിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു അവസരം സിസ്റ്റം നൽകും. അതാണ് ഈ PVC മെറ്റ ടോക്കന്റെ ഈ ഒരു ഓപ്ഷന്റെ പ്രത്യേകത. നെക്സ്റ്റ് പ്രധാനപ്പെട്ട പേജ് എന്ന് പറയുന്നത് ഇവിടെ ഈ മൂന്നാമത്തെ ഓപ്ഷനായ വ്യൂ ട്രാൻസാക്ഷൻ. ഞാൻ ആ ഒരു വ്യൂ ട്രാൻസാക്ഷൻ ടച്ച് ചെയ്യുന്നത് വ്യൂ ട്രാൻസാക്ഷൻ. അപ്പോൾ ഇതേപോലെ തന്നെ ആ വ്യൂ ട്രാൻസാക്ഷൻ ഇവിടെ വന്നു കഴിഞ്ഞു. വ്യൂ ട്രാൻസാക്ഷൻ ഈ കോളത്തിൽ. അപ്പോൾ ഇവിടെ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും നെക്സ്റ്റ് പേജിലേക്ക് ഒരിക്കലും കടക്കൂല ഫ്രണ്ട്സ്. അതായത് ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു സബ്മിറ്റ് ബട്ടൺ കൊടുത്താൽ മാത്രമാണ് നെക്സ്റ്റ് ഓപ്ഷനിലേക്ക് പ്രവേശിക്കാൻ പറ്റുക. ഞാൻ സബ്മിറ്റ് ബട്ടൺ കൊടുക്കുന്നുണ്ട്. സബ്മിറ്റ്. ഇവിടെയാണ് പ്രധാനപ്പെട്ട വരുമാനം ഉള്ളത്. ഇവിടെയാണ്. ഇവിടെ കാണാൻ പറ്റും. ആ ഒരു ഓപ്ഷൻ ടച്ച് ചെയ്തതിനു ശേഷം ഒരുപാട് വാല്യൂ ട്രാൻസാക്ഷൻ കാണാൻ പറ്റും ഏറ്റവും ടോപ്പിൽ. അതായത് ഇവിടെയാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്ന ഡീറ്റെയിൽ എന്ന് പറയുന്നത് നമുക്ക് ഡെയിലി വരുന്ന വരുമാനം നമുക്ക് കാണാൻ പറ്റും. സിസ്റ്റം 15% കരുതൽ ധനമായി മാറ്റിവെക്കുന്ന ആ ഒരു വരുമാനം കാണാൻ പറ്റും. നമ്മൾ ടോക്കൺ ഫാമിംഗ് ചെയ്താലുള്ള വരുമാനം കാണാൻ പറ്റും. നമ്മൾ എത്രയാണോ ഈ USDT ട്രസ്റ്റ് വാലറ്റിലേക്ക് കൊണ്ടുപോകുന്നത് ആ വരുമാനം കാണാൻ പറ്റും. പിന്നീട് നമ്മൾ അതർ വ്യക്തിക്ക് എത്രയാണോ ഫാമിംഗ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഫാമിംഗ് ചെയ്ത ഡീറ്റെയിൽസ് കാണാൻ പറ്റും. അങ്ങനെയുള്ള വിവിധ തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റും കാര്യങ്ങളും കൃത്യമായിട്ട് കാണുന്ന സ്ഥലമാണ് റിവാർഡ് വാല്യൂ ട്രാൻസാക്ഷൻ. അപ്പോൾ ഇവിടെ കാണാൻ പറ്റും സെപ്റ്റംബർ എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളും ഇതിലുണ്ടാവും. ഇന്ന് സെപ്റ്റംബർ 26, 2024. ഇവിടെ കാണാൻ പറ്റും 26 ട്രാൻസാക്ട് PVC മെറ്റ അത് കാണാൻ പറ്റും. അപ്പോൾ അതിന്റെ തൊട്ട് താഴെ 26 ഡെയിലി റിവാർഡ് ഇവിടെ കാണാൻ പറ്റും 54.32 അത് ഡെയിലി വരുമാനം വരുന്നത്. അതുപോലെ തന്നെ 26 വേറൊരു ഓപ്ഷൻ ഫാമിംഗ് വാലറ്റ് 50%, അതായത് 15% ഇവിടെ കാണാൻ പറ്റും. അതായത് കരുതൽ ധനമായിട്ട് ഈ ഇതിൽ നിന്ന് 54 നിന്ന് ഡെയിലി 8.14 USDT കരുതൽ ധനമായി മാറ്റി വെക്കുന്നു സിസ്റ്റം. അപ്പോൾ ഇങ്ങനെയുള്ള ഓപ്ഷൻസ് ഡെയിലി വരുമാനം കാര്യങ്ങളൊക്കെ വരുന്ന സ്ഥലമാണ് വ്യൂ ട്രാൻസാക്ഷൻ. അപ്പോൾ നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മളെ ഏറ്റവും കൂടുതൽ പ്രത്യേകതയുള്ള സ്ഥലം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഫാമിംഗ് ചെയ്താൽ മാത്രം പോരാ. ആ ഫാമിംഗ് ചെയ്യുമ്പോൾ എന്ത് വേണം? ഫാമിംഗ് ചെയ്താൽ നമുക്ക് കൃത്യമായിട്ട് ആ ഫാമിംഗ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എവിടെയാണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. അതിന്റെ ആ ഒരു ഓപ്ഷനാണ് ഫാമിംഗ് സ്റ്റാറ്റസ്. ഫാമിങ്ങിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും അവിടെയാണ് ഉള്ളത്. അപ്പൊ ഞാൻ ഈ ഒരു 3 വര തന്നെ ടച്ച് ചെയ്തിട്ടുണ്ട്. 3 വര ടച്ച് ചെയ്തു. ഇവിടെ കാണാൻ പറ്റും രണ്ടാമത്തെ ഓപ്ഷൻ ഫാമിംഗ് വാലറ്റ്. ഞാൻ ആ ഫാമിംഗ് വാലറ്റ് ടച്ച് ചെയ്തു. ക്ലിയർ ആണ്. അത് മിനിഞ്ഞാന്ന് അങ്ങനെയായിരുന്നു. എൻ്റെ മോൻ്റെ ഫോണിൽ കാണുന്നുണ്ട്, എൻ്റെ ഫോണിൽ കാണുന്നില്ല.
അല്ലല്ല എന്തെങ്കിലും അല്ല, കറക്റ്റാണ് മീറ്റിംഗ് പോകുന്നത്. അപ്പോൾ ഇങ്ങനെ ഫാമിംഗ് വാലറ്റിന്റെ ഈ ഒരു വാലറ്റിൽ ഇവിടെ കാണാൻ പറ്റും ഫാമിംഗ് സമ്മറി, ഫാമിംഗ് സ്റ്റാറ്റസ്, തൊട്ട് താഴെ ഫാമിംഗ് സമ്മറി കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ ഇല്ല ഓപ്ഷൻ എന്ന് പറയുന്നത് ഇവിടെ 100 USDT ഇവിടെ കാണാൻ പറ്റും. 100 USDTയുടെ ടോക്കൺ ഫാമിംഗ് ആണ് ഇപ്പോൾ ഇവിടെ ചെയ്തിട്ടുള്ളത്. ഈ പേജിൽ ഇവിടെ കാണാൻ പറ്റും 100 USDT. അപ്പോൾ എന്താണ് സിസ്റ്റം നമ്മളോട് പറഞ്ഞിരിക്കുന്നത്? ഈ 100 USDT 0.20 വെച്ച് ഡെയിലി റിവാർഡ് വന്നുകൊണ്ട് ഇത് 33 മാസം കൊണ്ട് 1000 USDT ആക്കി മാറ്റും. ഇപ്പൊ ഇവിടെ കാണാൻ പറ്റും ഇതിന്റെ റൈറ്റ് സൈഡിൽ 20.27 USDT ആണ് ഇപ്പം ഇവിടെ വന്നിട്ടുള്ളത്. ഇനി ഇതിന്റെ ബാക്കി 180ഓളം USDT വന്നു കഴിയും. അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതിപ്പം ഈ ഒരു പേജ് നോക്കാതിരുന്ന് സിസ്റ്റം പറഞ്ഞിരിക്കുന്നത് അത് 200 ആക്കി തരുന്നതാണ്. ഇത് ബാക്കി 180 USDTയും കൂടി വന്ന് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു പേജ് ഡെയിലി പേജ് ചെക്ക് ചെയ്യണമെന്ന് പറയാനുള്ള കാരണം, ഡെയിലി പേജ് ചെക്ക് ചെയ്തില്ലെങ്കിൽ അത് നമുക്ക് വലിയ രീതിയിൽ വാഷ് ഔട്ട് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് ഫ്രണ്ട്സ്. അപ്പോൾ എന്ത് ചെയ്യണം? ഈ ഫാമിംഗ് സ്റ്റാറ്റസിൽ നമ്മൾ ഡെയിലി നോക്കണം, അല്ലെങ്കിൽ നമുക്ക് വാഷ് ഔട്ട് സംഭവിക്കും. അപ്പോൾ എന്ത് സംഭവിക്കും? എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കൃത്യമായിട്ട് നമുക്ക് സിസ്റ്റം റിവാർഡ് 100% കൂടി അഡീഷണൽ ആയി തന്നു കഴിഞ്ഞാൽ വീണ്ടും റീഫാമിങ്ങിലേക്ക് കടക്കാൻ പറ്റും. ഇവിടെ കാണാൻ പറ്റും ടോക്കൺ ഫാമിംഗ് 100 USDT ഫാമിംഗ് നടന്നിരിക്കുന്നുണ്ട്. ഇതന്നെ ഇവിടെ കാണാൻ പറ്റും അപ് ടു 200%, 200% എന്ന് കാണാൻ പറ്റും, 200%. അപ്പൊ ഈ ഫാമിങ്ങും ഡീറ്റെയിൽസും ഫാമിങ്ങിന്റെ കാര്യങ്ങളും കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതുപോലെ തന്നെ നെക്സ്റ്റ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു 20 മാട്രിക്സിന്റെ അത്ഭുതം, 20ഓളം ഡെപ്ത്, 20ഓളം ലെവലിലാണ് നമുക്ക് വരുമാനം ലഭിക്കുന്നത്. അതായത് ഞാൻ നേരത്തെ ചാർട്ട് പറഞ്ഞിരുന്നു 1% വരെയാണ് നമുക്ക് വരുമാനം ലഭിക്കുന്നത്. അപ്പോൾ ആ റെഫറൽ ചാർട്ടിന്റെ ചാർട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ ആഗ്രഹിക്കുന്നു.